जनरन् यशोदनन्दन व्रज जनरञ्जन यमुनतीरावनचारी यमुनतीरावनचारी जय राधा माधव कुंज बिहारी हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे कृष्णा 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 हरे 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 राम 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 हरे हरे जय प्रभुपद जय प्रभुपद जय राम संगीत बाबा हरे कृष्ण ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം പ്രഭു, കേൾക്കാം. ഹരേ കൃഷ്ണ. ഹരേ ഭഗവതേ വാസുദേവായ भगवते वासुदेवाय नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये अष्टप्रायेषु भद्रेषु नित्यं भागवत सेवया उत्तम श्लोके भवति नश्यति मूकं करोति वाचालं मन्दं लङ्घयते गिरिं कृपादमहं वन्दे श्रीगुरुं दीनदासं परमानन्दं श्रीचैतन्येश्वरम् हरे कृष्ण. നമ്മൾ ഇന്ന് വായിക്കുന്നത് കണ്ടിന്യൂഷൻ ആണ്. ഇന്നലെ ദ്വാരക മാതാജി വായിച്ചു നിർത്തിയ 41ാമത്തെ പേജിൽ കഴിഞ്ഞിട്ട് അവസാനത്തെ പാരഗ്രാഫാണ് വായിക്കുന്നത്. ഈ വിഷയങ്ങൾക്കുപരിയായ ഉന്നത ആത്മീയ സംവാദങ്ങളിൽ ശ്രേഷ്ഠ വ്യക്തികളായ ശ്രീ ചൈതന്യ മഹാപ്രഭുവും ശ്രീ രാമാനന്ദരായരും ഏർപ്പെടുകയുണ്ടായി. ആ സംവാദങ്ങൾ ശ്രവിക്കുന്നതിന് മുമ്പ് ഒരാൾ ആത്മീയ തലത്തിൽ എത്തിച്ചേരണമെന്നതിനാൽ ആ വിഷയങ്ങൾ മനഃപൂർവ്വം ഇവിടെ ചേർക്കുന്നില്ല. മഹാപ്രഭുവുമായുള്ള രാമാനന്ദരായരുടെ അനന്തര സംവാദങ്ങൾ ശ്രീ ചൈതന്യ ശിക്ഷാമൃതം എന്ന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ജോലിയിൽ നിന്നും വിരമിച്ച് ശ്രീ രാമാനന്ദരായർ പുരിയിൽ എത്തിച്ചേരുകയാണെങ്കിൽ തന്നോടൊപ്പം താമസിച്ച് അതീന്ദ്രിയ ഭാവം ആസ്വദിക്കാമെന്നും ഈ സമാഗമത്തിന്റെ അവസാനത്തിൽ മഹാപ്രഭു ഉപദേശിച്ചു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ശ്രീ രാമാനന്ദരായർ സർക്കാർ സേവനത്തിൽ നിന്ന് വിരമിക്കുകയും രാജാവിൽ നിന്ന് വാർദ്ധക്യകാല വേതന കൈപ്പറ്റുകയും ചെയ്തു. പുരിയിൽ മടങ്ങിയെത്തിയ ശ്രീരായർ മഹാപ്രഭുവിന്റെ അതിവിശ്വസ്തരായ ഭക്തരിൽ ഒരാളായി. രാമാനന്ദരായരെ പോലെ വിശ്വസ്തനായ ശിഖ്മഹിതി എന്ന മറ്റൊരു ഭക്തനും പുരിയിൽ വസിച്ചിരുന്നു. മഹാപ്രഭു ആത്മീയ മൂല്യങ്ങളെ കുറിച്ചുള്ള സ്വകാര്യ സംഭാഷണങ്ങൾ 3 or 4 അനുചരന്മാരുമായി മാത്രമേ നടത്തിയിരുന്നുള്ളൂ. നീണ്ട 18 വർഷങ്ങൾ ഇപ്രകാരമുള്ള ആത്മീയ തന്മയാവസ്ഥയിൽ ചെലവഴിച്ചു. മഹാപ്രഭുവിന്റെ സംഭാഷണങ്ങൾ അദ്ദേഹത്തിന്റെ 4 ഉച്ചഭക്തരിൽ ഒരാളും സ്വകാര്യ കാര്യദർശിയുമായ ശ്രീ ദാമോദര ഗോസ്വാമി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദക്ഷിണ ഭാരതത്തിലുടനീളം വിപുല പര്യടനം നടത്തി മഹാപ്രഭു തന്റെ യാത്രക്കിടെ മഹാരാഷ്ട്രയിലെ പുണ്യാത്മാവായ തുക്കാറാമിന് ദീക്ഷ നൽകി. മഹാപ്രഭുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച തുക്കാറാം മഹാരാഷ്ട്ര പ്രവിശ്യയിലെ സങ്കീർത്തന പ്രസ്ഥാന തിരേകത്താൽ പൂരിതമാക്കി. ആ ദിവ്യ തരംഗം ദക്ഷിണ പശ്ചിമ ഭാരതത്തിൽ ഇപ്പോഴും അലയടിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മസംഹിത, ശ്രീകൃഷ്ണാമൃതം എന്നീ 2 അതിപ്രധാനവും പുരാതനവുമായ രചനകൾ ദക്ഷിണ ഭാരതത്തിൽ നിന്നും മഹാപ്രഭു കണ്ടെടുത്തു. ഭക്തിമാർഗത്തിൽ പുരോഗമിക്കുന്ന വ്യക്തികൾക്കുള്ള ആധികാരിക പഠന ഗ്രന്ഥങ്ങളാണ് ഈ 2 അമൂല്യ ഗ്രന്ഥങ്ങളും. ദക്ഷിണ ഭാരതത്തിലൂടെ ഭാരത പര്യടനത്തിന് ശേഷം മഹാപ്രഭു പുരിയിൽ മടങ്ങിയെത്തി. ശ്രീ ചൈതന്യ മനോവിഷ്ടം സ്ഥാപിതം വന്ദേഹം സൂര്യോ സാഗ്വൈതം സാവധൂതം പരിജനസഹിതം ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ കൃഷ്ണാകരണാ സിന്ധോ സപ്തകാഞ്ജലി ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി कृपा सिंधु जय श्री कृष्ण चैतन्य प्रभु नित्यानंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे हरे कृष्ण ഞാൻ പറയുന്നത് ഇപ്പോഴും കേൾക്കാമല്ലോ അല്ലേ? ഓൺലൈൻ ഡിസ്കണക്ട് ആയിട്ടില്ലല്ലോ? കേൾക്കാം പ്രഭു. ഹരേ കൃഷ്ണ കേൾക്കാം. ക്ലിയർ. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ 2-3 പാരഗ്രാഫ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ എന്തൊക്കെയാണ് പറഞ്ഞത് നമുക്ക് നോട്ടീസ്. ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് രാമാനന്ദരായരുടെ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് മഹാപ്രഭു വളരെ ശ്രേഷ്ഠമായിട്ടുള്ള അത് ഉന്നതമായിട്ടുള്ള പല സംവാദങ്ങൾ, രഹസ്യമായിട്ടുള്ള പല സംവാദങ്ങളും, അത് ഭക്തിയിൽ ഒരാൾക്ക് ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ, ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്കഷൻ മനസ്സിലാവണമെങ്കിൽ അത് കുറച്ച് എലിവേറ്റഡ് പേഴ്സൺസ് ആയിരിക്കണം. കുറച്ചുകൂടെ ഭക്തിയിൽ ഉന്നത രീതിയിൽ എത്തിയാൽ മാത്രമേ അത് മനസ്സിലാവൂ. അതുകൊണ്ട് തന്നെ പ്രഭുപാദ് അത് മെൻഷൻ ചെയ്തിട്ടില്ല. ഇവിടെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഇതിന്റെ കുറെ ഡിസ്കഷൻസ് ശ്രീ ചൈതന്യാമൃതം എന്നുള്ള ബുക്കിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഡിവോട്ടീസ് ആർക്കെങ്കിലും അത് റെഫർ ചെയ്യണം, എന്താണെന്ന് അറിയാൻ വായിക്കാം. അതിനുശേഷം രാമാനന്ദരായർക്ക് ചൈതന്യമാർഗം പറയാൻ ജോലിയിൽ നിന്ന് വിരമിച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുരിയിൽ വെച്ചിട്ട് കൂടുതൽ ഡിസ്കഷൻസ് ചെയ്യാവുന്നതാണ്. സാക്ഷാൽ ഭഗവാനാണ് പറയുന്നത്. അപ്പൊ ഉറപ്പായിട്ടും രാമാനന്ദരായർ അത് അനുസരിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പെൻഷൻ മേടിച്ചിട്ട് അദ്ദേഹം തിരിച്ച് പുരിയിൽ വരികയാണ്. അങ്ങനെ പുരിയിൽ വന്നതിന് ശേഷം നടക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർ തമ്മിൽ ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ട്. അവിടെ ഐതിഹ്യം മാത്രമല്ല, ശ്രീ മഹീതി എന്ന് പറയുന്ന മറ്റൊരു ശിഷ്യനോടുണ്ട് ഇതുപോലെ
മൂന്നോ നാലോ ആളുകളുമായിട്ട് മാത്രം, ശിഷ്യന്മാരുമായിട്ട് മാത്രമേ വളരെ ഇത്രയും ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിവിടെ വളരെ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ചരിതാമൃതം മാതൃകരുടെ ബുക്സ് വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിനുശേഷം അദ്ദേഹം വന്നിട്ട് ദക്ഷിണ ഭാരതത്തില് ടൂർ ആയിട്ടുണ്ട്, അതായത് പര്യടനം നടത്താനായിട്ട്. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ അദ്ദേഹം വരുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ ചൈതന്യപ്രഭു എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം ഇപ്പോ സെന്റേഴ്സ് വരുന്നുണ്ട്. വന്നിട്ടില്ലെങ്കിൽ അത് വരും. 500 വർഷങ്ങൾക്ക് മുന്നെയാണ് ചൈതന്യപ്രഭു വന്നതെങ്കിലും സാക്ഷാൽ ഭഗവാൻ രാധാറാണിയും ഭഗവാനും ഒരുമിച്ചുള്ള എങ്ങനെ ബാക്കിയുള്ളവർക്ക് കരുണ കാണിക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം അവതാരം എടുത്ത് വന്നെങ്കിലും എല്ലാ സ്ഥലത്തും ഇനി സെന്റേഴ്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ ഇനി ഉടനെ ഓപ്പൺ ആവും. നമ്മുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ്. ഹരേ കൃഷ്ണ. അപ്പോൾ അദ്ദേഹം ദക്ഷിണ ഭാരതത്തിൽ ട്രിപ്പിന് പോവുകയും ടൂറിന് പോവുകയും ചെയ്യുമ്പോൾ പര്യടനം നടത്തുമ്പോൾ ഇവിടെ എടുത്തു പറയുന്നൊരു കാര്യം, അദ്ദേഹം മഹാരാഷ്ട്ര എന്ന് പറയുമ്പോൾ അന്ന് ആ സമയത്ത് ഭയങ്കര വലിയൊരു ഏരിയയാണ്. നമ്മൾ ഇന്ന് കാണുന്ന മഹാഭാരതത്തിനെക്കാട്ടിലും കൂടുതലുണ്ട്. സോറി, മഹാരാഷ്ട്ര. അപ്പോ അന്ന് ആ സമയത്താണ് നമ്മുടെ മുഗളന്മാരെല്ലാം വന്നിട്ട് ഇൻവേഡ് ചെയ്യുന്നത്, ആക്രമിച്ച് പല രാജ്യങ്ങളും അപ്പം പല രാജ്യങ്ങളും കൺവെർട്ട് ചെയ്യുന്നതും പല ആളുകളെ കൺവെർട്ട് ചെയ്യുന്നതും ക്ഷേത്രങ്ങളെല്ലാം പൊളിക്കുന്നതും അങ്ങനെ ഒരുപാട് നടക്കുന്ന സമയമാണ്. അപ്പം ആ സമയത്താണ് ചൈതന്യപ്രഭു മഹാരാഷ്ട്രയിൽ പോകുന്നത്. പരമഭക്തനായിട്ടുള്ള ജന്മനാഭക്തനായിട്ടുള്ള തുക്കാറാം മഹാരാജ് എന്ന് പറയും. അതായത് പാണ്ഡുരംഗന്റെ ഭയങ്കര ഭക്തനാണ്. അദ്ദേഹത്തിന് ദീക്ഷ കൊടുക്കും. പിന്നെ അദ്ദേഹം സങ്കീർത്തന പ്രസ്ഥാനം മഹാരാഷ്ട്ര ഫുൾ വ്യാപിപ്പിച്ചു. അതായത് ആ ശുദ്ധ ഭക്തന്റെ ആ ഭക്തി കൊണ്ട് തന്നെ ആ സങ്കീർത്തന പ്രസ്ഥാനം വളരെ നല്ല രീതിയിൽ അത് എല്ലാ സ്ഥലത്തും വ്യാപിച്ചു. അത് ഇവിടെ എടുത്ത് പറയുന്നു. അതുപോലെ തന്നെ സൗത്തിൽ അദ്ദേഹം വരുമ്പോൾ ബ്രഹ്മസംഹിത, ശ്രീകൃഷ്ണാമൃതം എന്ന 2 ഗ്രന്ഥങ്ങളും കണ്ടെത്തും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന വരുന്നത് ബ്രഹ്മസംഹിത വളരെ അടുത്ത് നമുക്ക് ഇവിടുന്ന് 1.5 മണിക്കൂർ അല്ലെ, 1.5 മണിക്കൂർ 2 മണിക്കൂർ അത്രയില്ലല്ലോ. 26 ചൈതന്യപ്രഭു കണ്ടെടുത്തത്. അപ്പൊ എപ്പോഴൊക്കെ നമുക്ക് ചാൻസ് കിട്ടുമോ നമ്മള് 26 പോവാ, ദർശനം എടുക്കുക. അല്ല, ചൈതന്യപ്രഭു അവിടെ സമയം സ്പെൻഡ് ചെയ്ത് കണ്ടെടുക്കുക. അതിപ്പോ പല ഗ്രന്ഥങ്ങൾക്ക് നമ്മുടെ ആത്മീയമായിട്ട് നമുക്ക് മുന്നേറാനായിട്ട് പലപ്പോഴും നമുക്ക് അഭിഷേകം ചെയ്തത് എന്ന് പറയുന്ന ബ്രഹ്മസംഹിതയാണ്. ചൈതന്യപ്രഭു കണ്ടെടുത്തില്ലായിരുന്നുണ്ടെങ്കിൽ ഹരകൃഷ്ണ മുദ്ര സമയത്ത് പറയേണ്ടത് അല്ലെ. ചൈതന്യപ്രഭു കണ്ടെടുത്തുകൊണ്ടാണ് നമുക്കിത് പറയാനുള്ളത്. അത് പറയാനും അതിന്റെ അർത്ഥങ്ങൾ പല ക്ലാസ്സുകളിലും നമ്മൾ റെഫർ ചെയ്യുന്ന ശ്ലോകങ്ങളും എല്ലാം അതാണ്. അപ്പോ ഇതാണ് ശ്രീകൃഷ്ണാമൃതം. ഞാൻ വലുതായിട്ട് കേട്ടിട്ടില്ല. അതിനെപ്പറ്റി റിസർച്ച് ചെയ്തതിനു ശേഷം അടുത്ത ക്ലാസ് ഉണ്ടെങ്കിൽ പറയാൻ നോക്കാം. അത് ഞാനും വലുതായിട്ട് അതിനെപ്പറ്റി കേട്ടിട്ടില്ല. അപ്പൊ ഇതാണ് ഇന്ന് വായിച്ച 4 പാരഗ്രാഫിൽ ഇതിനകത്ത് ഉള്ളത്. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തുക്കാറാം മഹാരാജിനെ പറ്റിയാണ്. അപ്പം അദ്ദേഹം വന്നിട്ട് മഹാരാഷ്ട്രയിലാണ്, പണ്ഡർപൂരാണ്. പണ്ഡർപൂർ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ജനിച്ചതെന്ന് പറയുന്നത് 1608 മുതൽ 1650 വരെയാണ്. വളരെ ഷോർട്ട് സമയങ്ങളുണ്ടായിരുന്നു. നമ്മൾ ചൈതന്യപ്രഭുവിന്റെ സമയം നമ്മൾ കണ്ടായിരുന്നു, വളരെ ഷോർട്ട് സമയം. ഇതേ ഉണ്ടായിരുന്നു 42 വർഷമാണ് മൊത്തം ഉണ്ടായിരുന്നത്. 42 വർഷം അത്ര ഉണ്ടായിരുന്നു. അപ്പോ തുക്കാറാം മഹാരാജിന്റെ പാരന്റ്സ് വന്നിട്ട് പേര് വന്നിട്ട് ഒരു ബോൾബോബ എന്ന് പറയുന്ന ആളും കൻകായ് എന്ന് പറയുന്ന മാതാജിയാണ്. അദ്ദേഹത്തിന്റെ ബ്രദേഴ്സ് വന്നിട്ട് സാവാജി എന്നാണ് പേര്. അദ്ദേഹം ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം ഒരു സന്യാസം എടുത്തിട്ട് വീട് ഉപേക്ഷിച്ച് പോയി. പിന്നെ ഉള്ളത് കാന എന്ന് പറയുന്നത്, കാനോബ അല്ലെ കാന എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേര്. അവിടെ എല്ലാം ഈ മറാഠിയാണ്. മറാഠിയിൽ ചെറിയ പേരിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ നോർമലി പറയുന്നത് കാന എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ ഉള്ള ആളുകൾ അഡ്രസ് ചെയ്യുന്നത് കാനോബ എന്നായിരിക്കും. അപ്പം അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹത്തിന്റെ ആൻസിസ്റ്റർ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ തലമുറ എന്ന് പറയുന്നത് വിശ്വംബർ എന്ന് പറയുന്ന ആ പരമ്പരയിലാണ്. ആ തലമുറയിൽ ഇദ്ദേഹത്തിന്റെ തലമുറയിൽ പോകേണ്ടി പോയി കഴിഞ്ഞാൽ വിശ്വംബർ എന്ന് പറയുന്ന ആളെടുത്ത് നിൽക്കും. ഈ വിശ്വംബർ മഹാരാജൻ എന്ന് പറയുന്ന ആ ഭക്തന് വേണ്ടിയിട്ടാണ് പണ്ഡർപൂരില് സാക്ഷാൽ ശ്രീകൃഷ്ണൻ രുക്മിണി ദേവിയും വന്ന് ഒരു ചുരികളുടെ പുറത്ത് നിൽക്കുന്നത്.
അപ്പൊ അദ്ദേഹത്തിന്റെ പരമ്പര എന്ന് പറയുന്നത് ആ ഭക്തി പരമ്പര എന്നാണ് പറഞ്ഞത്. സാക്ഷാൽ ഭഗവാൻ തന്നെ അച്ഛനെയും അമ്മയുടെയും എങ്ങനെ പരിചരിക്കണം എന്നുള്ള കണ്ട് ദർശനം കൊടുത്ത് വന്നതാണ്. അപ്പൊ അത്രയ്ക്കൊരു പരമഭക്തന്റെ ഫാമിലിയിലാണ് ഇത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഭക്തിയുണ്ട്. ജനിച്ച നാളെ മുതൽ ഇദ്ദേഹത്തിന് അമ്പലത്തിൽ കൊണ്ടുപോകും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പണ്ട് മുതലേ ഉണ്ട്. ഇദ്ദേഹത്തിന് പേരിട്ടത് തുക്കാറാം എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹത്തിന്റെ പേരിട്ടിരിക്കുന്നത് സ്റ്റോറിയിൽ പറയുന്നത്, അല്ലെങ്കിൽ അവിടുന്ന് കേട്ട് കേൾവി ഉള്ളതെല്ലാം പറയുന്നത്, സാക്ഷാൽ രുക്മിണി ദേവി തന്നെ ഡയറക്റ്റ് പേര് കൊടുത്തെന്നാണ് പറയുന്നത് ഇദ്ദേഹത്തിന്. ആ സ്റ്റോറി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, പക്ഷെ ഇങ്ങനെയാണ് കേട്ട് കേൾവി ഉള്ളത്. തുക്കാറാമിന്റെ അർത്ഥം എന്ന് പറയുന്നത് ബാക്കിയുള്ളവർക്ക് മോക്ഷം കൊടുക്കുക. വൺ ഗീവ് സാൽവേഷൻ ടു അതേഴ്സ്. ഒരാള് മറ്റൊരാൾക്ക് മോക്ഷം കൊടുക്കുന്നത് അത്രയ്ക്ക് പവർ ഉണ്ടെന്നാണ്. സാക്ഷാൽ രുക്മിണി ദേവിയാണ് അദ്ദേഹത്തിന് പേര് കൊടുക്കുന്നത്. ഈ ഭക്തനാണ് ചൈതന്യനാഥ പ്രഭു ദീക്ഷ കൊടുത്തിട്ട് എന്ത് പറഞ്ഞു? സങ്കീർത്തന പ്രസ്ഥാനം, ഭക്തി മൂവ്മെന്റ് സ്പ്രെഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരുപാട് ഭക്തന്മാരുണ്ട്. ജ്ഞാനേശ്വർ മഹാരാജുണ്ട്, ആ സമയത്ത് ഒരുപാട് ഭക്തന്മാരുണ്ട്. ജ്ഞാനേശ്വരുണ്ട്, നാമദേവനുണ്ട്, ഒരുപാട് ഭക്തന്മാരുണ്ട് ഈ കാലഘട്ടങ്ങളിലാണ്. അപ്പം ഈ കാലഘട്ടങ്ങളിൽ ഭരിക്കുന്ന രാജാക്കന്മാരും പലരും മുസ്ലിം രാജാക്കന്മാരാണ്. ഇതേ സമയത്താണ് ഇദ്ദേഹം വളർന്നു വരുന്ന സമയത്താണ് ഛത്രപതി ശിവാജി മഹാരാജൻ അവിടെ ഉള്ളത്. അപ്പൊ ആ സ്റ്റോറിയൊക്കെ ഇനി വരും. എനിക്ക് അതെല്ലാം കൂടെ പറയാൻ സമയം കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോ ഛത്രപതി ശിവാജി മഹാരാജന്റെ ഗുരുവാണെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഒരു വലിയ വലിയ സ്റ്റോറിയാണ്. ഞാൻ വേണമെങ്കിൽ പെട്ടെന്ന് ഒരെണ്ണം പറയാം. ഒരിക്കല് ഛത്രപതി ശിവാജി മഹാരാജൻ വന്നിട്ട് ഇതൊരു കാണുന്നൊരു സീനുണ്ട്. അതായത് ഇദ്ദേഹം ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ എഴുതി പുഴയിൽ ഒഴുക്കിയിട്ടുണ്ടെന്നും ഭഗവാന് കാര്യങ്ങളെല്ലാം. അപ്പം അങ്ങനെ ഛത്രപതി ശിവാജി മഹാരാജ് വന്നിട്ട് പൊട്ടുന്നത്. അങ്ങനെയാണ് ഒരു ആക്സിഡന്റിലാണ് ഛത്രപതി മഹാരാജ് വന്നിട്ട് തുക്കാറാം മഹാരാജിനെ കാണുന്നത്. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോ ഇദ്ദേഹത്തിന്റെ കീർത്തനങ്ങൾ, വിഠല എന്നുള്ള കീർത്തനം, വിഠോബ എന്നുള്ള കീർത്തനങ്ങൾ ഭയങ്കര ഫേമസ് ആണ്. അതിന്റെ സ്റ്റോറി എന്താണെന്ന് ഞാൻ പറയാം. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം ആ കീർത്തനം അനുകരിക്കുന്നത്? ആ കീർത്തനം അഭംഗം എന്നാണ് അഭംഗം. അപ്പൊ ഞാൻ അത് പറയാം. അതായത് തുക്കാറാം മഹാരാജ് വന്നിട്ട് 15 ദിവസം കൂടുമ്പോ ഒരു സ്ഥലത്ത് പോയിട്ട് ആ സ്ഥലത്തിന്റെ പേര് വന്നിട്ട് ഞാൻ വിട്ടുപോയത്. അദ്ദേഹം വന്നിട്ട് അവിടെ തപസ് ചെയ്യാൻ, ഇത് മലയുടെ മുകളിലാണ്, അവിടെ തപസ് ചെയ്യാൻ 15 ദിവസം വെള്ളമില്ല, ഒന്നുമില്ല, അങ്ങനെയാണ് തപസ് ചെയ്യുന്നത്. ഭക്ഷണം പോലും കഴിക്കാനാണ് തപസ് ചെയ്യുന്നത്. അങ്ങനെ തപസ് ചെയ്യുമ്പോൾ അതിനുശേഷമാണ് തിരിച്ചു വരുന്നത്. എല്ലാ പ്രാവശ്യവും അദ്ദേഹം ചെയ്യുമ്പോ അദ്ദേഹത്തിന് സാക്ഷാൽ വിട്ടൽ ഭഗവാൻ കൃഷ്ണൻ രുക്മിണി ദേവിയായിട്ട് വന്നിട്ട് അദ്ദേഹത്തിന് ദർശനം കൊടുത്തിട്ട് ഇവർ തമ്മിൽ ഒരുപാട് സംവാദം ഉണ്ടാവും, ഒരുപാട് ലീലകൾ ഉണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് പറയും, അഭംഗ് എന്ന് പറയുന്ന ഭജന രചിക്കണം. അഭംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭംഗം വരത്തില്ല, അത് മുറിയത്തില്ല, അത് കണ്ടിന്യൂസ്ലി കീർത്തനം നടക്കണം, ഈ ഭജന നടക്കണം. നമ്മൾ അഭംഗ് രചിക്കത്തില്ല. അങ്ങനെ അദ്ദേഹം അഭംഗ് രചിക്കുകയാണ്. അങ്ങനെയാണ് ഈ ഭക്തി മൂവ്മെന്റ്. ആ സമയത്താണ് ഈ ഭക്തി മൂവ്മെന്റ് ചൈതന്യമാഹാപ്രഭുവിന്റെ അനുഗ്രഹത്തോടുകൂടി അദ്ദേഹത്തിന് ശിഷ്യനായിട്ടുള്ള ഭക്തി മൂവ്മെന്റ് ഭയങ്കര അധികം സ്പ്രെഡ് ചെയ്യും. അപ്പൊ ഇത് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ഏതൊരു സ്ഥലത്തും ഉള്ളതുപോലെ ഒരാൾ കുറച്ച് ഫേമസ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള ആളുകൾക്ക് അസൂയ ഉണ്ടാവും. അത് തന്നെ ഇവിടെ ഉണ്ട്. മുസ്ലിം രാജാക്കന്മാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ പാണ്ഡുരംഗന്റെ ഭക്തനായതുകൊണ്ടും വളരെ വിശേഷപ്പെട്ട വ്യക്തി ആയതുകൊണ്ടും ആർക്കും ഡയറക്റ്റ് വന്ന് ഇദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വലിയ പാടാണ്, ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോ ശിവജി മഹാരാജ് വന്നിട്ട് ഒരു തവണ, ഇദ്ദേഹത്തിന്റെ ഒരുപാട് ഏജിലായിട്ടുള്ള ലേറ്റർ സ്റ്റേജിലാണ്, ശിവജി മഹാരാജ് വന്നിട്ട് ഛത്രപതി ശിവജി മഹാരാജ് വന്നിട്ട് ഇദ്ദേഹത്തിനെ കാണണം എന്ന് ആഗ്രഹമുണ്ടെന്ന് പറയും. അപ്പം ഇദ്ദേഹം എന്തെന്നുള്ളത് പാണ്ഡുകൃഷ്ണൻ. അപ്പൊ ഒരു തവണ ഇദ്ദേഹം കാണാൻ വരുന്നതും ഈ മുഗൾ രാജാക്കന്മാർക്ക് സ്പൈസ് ഉണ്ട്, ചാരന്മാർ എന്ത് ചെയ്യും? ഛത്രപതി ശിവജി വരുന്നുണ്ട്, ഇപ്പോ അമ്പലത്തിലുണ്ട്, നേരിട്ട് ആളുകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് പട നയിച്ച് കൊണ്ടുവന്നാൽ ഛത്രപതി
ശിവജിയെ പിടികൂടാം. പക്ഷെ ഛത്രപതി ശിവജി എന്ന ആരുടെ ശിഷ്യനാണ്? ഉത്തരാഖണ്ഡ്. ഇപ്പം ഈ ഇൻഫർമേഷൻ ഛത്രപതി ശിവജി മഹാരാജനും ആളുകളുണ്ട്, സ്പൈകളുണ്ട്. അവരൊന്ന് പറയും അവിടുന്ന് അവർ പട നയിച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് പാണ്ഡുരംഗ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിക്കോളും, ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, അവരൊരു പിടികൂടും, പ്രശ്നമാവും. അപ്പൊ ഇദ്ദേഹം ചെന്നിട്ട് തുക്കാറാം മഹാരാജ് കീർത്തനാണ്, ഫുൾ ടൈം കീർത്തനാണ്. അത് ഒരു അവധൂതനെ പോലെയാണ്. അദ്ദേഹത്തിന് വേറൊന്നും അറിയേണ്ട ആവശ്യമില്ല. അദ്ദേഹം പാണ്ഡുരംഗൻ, ഭഗവാൻ, രുക്മിണി ദേവി, അദ്ദേഹത്തിന്റെ ലൈഫിൽ വേറൊന്നുമില്ല. അത് എപ്പോ നോക്കിയാലും കീർത്തനാണ്. അദ്ദേഹത്തിന് ആര് കണ്ടാലും അത് കീർത്തനം ചെയ്യും. ഉറക്കത്തിനാണെങ്കിലും കീർത്തനാണ്. കീർത്തനം അത് തിരുവൃത്തം കൊണ്ടാണ് ഉറങ്ങും. അത്രയ്ക്ക് ഒരു ഗ്രേറ്റ് ഡിവോട്ടിയാണ്. അപ്പൊ ഇതേ കീർത്തനം ചെയ്യുമ്പോഴേക്കും ശിവജി മഹാരാജന്റെ കൂടെ ഇങ്ങനെയാണ് അവർ കടന്നയച്ച് വരികയാണ്, എനിക്ക് എത്ര മതി. അപ്പൊ പറയും ശരി പോവാം, പക്ഷേ ഈ ഭജന തീർന്ന് ഭഗവാന് നിവേദ്യമുണ്ട്, ആ നിവേദ്യം കഴിച്ചിട്ട് പോയാൽ. അപ്പൊ ഛത്രപതി ശിവജിക്ക് അറിയാം ഭഗവാന്റെ കീർത്തനം കഴിഞ്ഞ് നിവേദ്യവും കഴിഞ്ഞ് പ്രസാദം കഴിച്ചിട്ട് പോയാൽ പിന്നെ എനിക്ക് പ്രസാദം കഴിക്കാൻ തലയുണ്ടാകില്ല. പക്ഷേ തന്റെ ഗുരുമഹാരാജ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഗുരു പറഞ്ഞു, ആ ഗുരുവിൽ വിശ്വാസം സ്വന്തം ജീവിതം തന്നെ അദ്ദേഹം മാറ്റി വെച്ച് എന്ത് ചെയ്തു? അദ്ദേഹം അവിടെ ഇരുന്ന് എന്ത് പറ്റി? കീർത്തനം നടക്കുന്നത്, എല്ലാവരും കീർത്തനം ലയിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഭക്തി കൊണ്ടോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടോ അവിടെ ആളുകൾ വന്നു, മുളന്മാർ വാളും എല്ലായിട്ടുണ്ട്. ആ ഹാളിലിരിക്കുന്ന എല്ലാവരെയും ശിവജി മഹാരാജ് ഫ്രണ്ട് ഇരുന്നിട്ട് കൂടി അവൻ കണ്ടില്ല. ആ കീർത്തനവും കഴിഞ്ഞു, പ്രസാദവും കഴിഞ്ഞു. പ്രസാദം കഴിച്ചു കഥകളിൽ പറയുന്നത് സാക്ഷാൽ പാണ്ഡുരംഗൻ കൃഷ്ണ ഭഗവാൻ തന്നെ ഒരു കുതിര പുറത്തു വന്ന് ശിവജി മഹാരാജിന്റെ വേഷം ഇട്ട് സെയിം ശിവജി മഹാരാജ് കുതിരയിൽ ദൂരോട്ട് ഓടിപ്പോയി. ഇവരെ കൺപെട്ടത്. അപ്പൊ ഇവരെല്ലാവരും എങ്ങോട്ട് പോയി? ശിവജി മഹാരാജിന് പുറകെ. അതേസമയം ശിവജി മഹാരാജ് അവള് പറയുന്നത് അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ അടുത്തിരുന്ന് അദ്ദേഹത്തിന്റെ ഗുരു പറഞ്ഞനുസരിച്ച് പ്രസാദം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കഥകളിൽ പറയുന്നത് സാക്ഷാൽ ഭഗവാൻ ആ ശുദ്ധഭക്തന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? വീണ്ടും ഒരു ഫോമെടുത്ത്, രണച്ചോർ എന്നുള്ള ഫോമെടുത്ത് യുദ്ധത്തിൽ നിന്നും ഒളിച്ചോടി. നമ്മൾ കേട്ടിട്ടുണ്ട് ഭഗവാന്റെ കഥ. അങ്ങനെ രണച്ചോർ എന്നുള്ള ആ രൂപവും പണ്ഡർപൂർ എടുത്തു. നമ്മുടെ ഗുരുവായൂർ എങ്ങനെയാണോ ലീലകൾ ഇപ്പോഴും നടക്കും, ഓരോ ആളുകൾക്ക് എങ്ങനെയാണോ എക്സ്പീരിയൻസ് വരുന്നത്, ആ സെയിം എക്സ്പീരിയൻസും സെയിം ഇതുമാണ് പണ്ഡർപൂർ ഇപ്പോഴും ഉള്ളത്. പാണ്ഡുരംഗൻ ഭയങ്കര ഫേമസ് ആണ് അവിടെ. അപ്പോ ഇദ്ദേഹം ശരീരം ഉപേക്ഷിക്കുന്നത് 1650 ഒരു രാത്രി വന്നിട്ട് ഭഗവാൻ പറയും, തുക്കാറാം നമുക്ക് പോവാൻ സമയമായി, ഇവിടുത്തെ ലീലകളൊക്കെ മതി, ഇനി നമുക്ക് പാണ്ഡുരംഗന്റെ ഭജനമെല്ലാം നമുക്ക് ഗോലോക വൃന്ദാവനത്തില് ആസ്വദിക്കാമെന്ന് പറയും. അങ്ങനെ അദ്ദേഹം അടുത്ത ദിവസം ഉച്ചയ്ക്ക് റെഡി ആയിക്കോ, ഭക്ഷണമൊന്നും കഴിക്കണ്ട, നമുക്കെല്ലാം ഭക്ഷണമെല്ലാം ഗോലോക വൃന്ദാവനത്തിൽ കഴിക്കാൻ പോകുന്നത്. അങ്ങനെ അദ്ദേഹം രാത്രി ഒരു കീർത്തനാണ്. എങ്ങനെയാണ്? വീട്ടിൽ നിന്ന് അദ്ദേഹം കീർത്തനം ചെയ്താണ് വരുന്നത്, നടന്നാണ് വരുന്നത്. നടന്നു വരുമ്പോൾ എല്ലാവരും പറയുന്നത്, എല്ലാ പ്രാവശ്യത്തെയും പറയും, ഞാൻ ഇവിടെ പോകുന്നു, വൈകുണ്ഠം പോകുന്നു. വൈകുണ്ഠം എന്ന് വെച്ചാൽ പാണ്ഡുരംഗന്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ വൈകുണ്ഠം പോകുന്നു പറഞ്ഞ് ഇദ്ദേഹം പോകുന്നു. അപ്പൊ എല്ലാവരും വിചാരിക്കുന്നുണ്ട് ഇപ്പം പോകുന്നു. പക്ഷെ ഇദ്ദേഹം കീർത്തനം കേൾക്കാൻ നേരത്തെ എല്ലാവരും രാവും പകലും പല സ്ഥലങ്ങളിലും പോകുന്നു പറയാം. അദ്ദേഹം ക്ലാസ്സിൽ ഡ്യൂട്ടി പറയാൻ ചാക്കണിൽ പല സ്ഥലത്തൂടെ ഇങ്ങനെ കറങ്ങി. എനിക്ക് ഭഗവാന്റെ കാരണം ഈ പറയുന്ന 1-2 സ്ഥലങ്ങൾ പാണ്ഡുരംഗിൽ കാണാൻ പറ്റിയില്ലെങ്കിൽ ഈ ചാക്കട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്നു. അതുവഴിയൊക്കെ അദ്ദേഹം ബോധിപ്പിക്കുകയാണ്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ ഭഗവാൻ എത്തിയെന്നത്. പല ഇതുപോലെ പല ക്ലാസ് എടുക്കുന്ന ചാൻസ് കിട്ടുന്നത് അത്രയും നേരത്താണ് ഇങ്ങനെയുള്ള പല ഇത് നമുക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഇദ്ദേഹം വൈകുണ്ഠം പോവുകയാണ്. എല്ലാവരും വരാൻ പറയും. അങ്ങനെ വരാൻ നേരത്ത് ഞാൻ നാളെ വൈകുണ്ഠം പോകുന്നു, ഉച്ചയ്ക്കാണ് വൈകുണ്ഠം പോകുന്നത്, ഭഗവാൻ വിളിക്കാൻ വരും, വൈകുണ്ഠം വിളിക്കും, ഞാൻ വൈകുണ്ഠം പോകുന്നു വരുന്നുണ്ടെന്ന് ചോദിക്കും. ഇനി വരുന്ന കുറച്ച് പാസ്റ്റ് ടൈംസിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. വൈഫ് പറയും ഏടെയാണെന്ന് പറയും, അത് നട്ടാണ്, എല്ലാ ദിവസവും ഇതാണ് പറയുന്നത്, എനിക്കിന്ന് കേൾക്കാൻ പറയും, ഒറ്റയ്ക്ക് എനിക്ക് ദൈവം ഒറ്റയ്ക്ക് പോയാൽ മതി, എന്നെ ഉപദ്രവിക്കില്ലെന്ന് പറയും. അദ്ദേഹം പറയും ഇല്ലല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, എല്ലാ പ്രാവശ്യം പറയുന്നവരല്ല, ഭഗവാൻ എന്റെ അടുത്ത് പറഞ്ഞ് നാളെ ഉച്ചയ്ക്ക് ഞാൻ പോകുന്നു പറയും. അങ്ങനെ അദ്ദേഹം പാണ്ഡുരംഗനെ കാണാൻ വരുന്നു. അവിടെ വന്നിട്ട് മരത്തിന്റെ കീഴിലിരിക്കും. മരത്തിന്റെ കീഴിലിരിക്കുമ്പോൾ 1650-ലാണ് ഈ വർഷം നടക്കുന്നത്. ഉച്ചയ്ക്ക് കറക്റ്റ് 12 മണിയാകുമ്പോൾ നല്ല കാറ്റും ഇതും വരും. ആ മരം ഇങ്ങനെ ആടും, അവിടെ നിൽക്കുന്ന മരം. ആ മരം ഇങ്ങനെ ആടും.
അപ്പോ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല് ഭഗവാൻ സാക്ഷാൽ ഭഗവാൻ ദേവിയായിട്ട് ഗരുഡ വാഹനത്തിലാണ് വരുന്നത്. നമ്മൾ ഇതിനു മുന്നേ കേട്ടിട്ടുള്ളത് പോലെ തന്നെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഭഗവാനെ കാണാൻ പറ്റും. അവിടെ ഇരുന്ന് ബാക്കിയുള്ള ഇദ്ദേഹത്തിന് ഭഗവാനെ കാണും. പക്ഷെ ബാക്കിയുള്ളവർ കാണുന്ന പ്രകാശം മാത്രമേ, കാരണം അവരുടെ കണ്ണിന് താങ്ങത്തില്ല ആ പ്രകാശം. അവിടെ ഉള്ളവർക്ക് ഒരു വെള്ള പ്രകാശം ഉണ്ട്. പിന്നെ എല്ലാവരും കണ്ണടിച്ചു പോയി, അവർക്ക് കാണാൻ പറ്റുന്നില്ല. എല്ലാവരും കണ്ണ് പൊത്തിയാണ് സാർ. ഒരു വലിയ പ്രകാശം വരുന്നത് പിന്നെ തുക്കാറാം മഹാരാജിനെ കണ്ടു. തുക്കാറാം മഹാരാജ് പറഞ്ഞിട്ടുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഗരുഡ വാഹനത്തിൽ കൊണ്ടുവരും. ഗരുഡൻ പറയും, തുക്കാറാം മഹാരാജ് ആരായിട്ട് ഉണ്ടെങ്കിലും വിളിച്ചോ, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് എന്റെ കയ്യിൽ. അപ്പൊ ഇല്ല, ഭഗവാനെ എനിക്കൂടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ആ ഒരിക്കലും പേടിക്കണ്ട, ഭഗവാന്റെ കാരണം കൊണ്ട് എത്രത്തോളം സീറ്റ് വലുതാണോ അത്രയും സീറ്റിനെ വലുതാവും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി തുക്കാറാം മഹാരാജ് മാത്രമേ പോയത്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഭഗവാൻ എടുത്ത് പോകുള്ളൂ. ഇതെല്ലാം നമുക്കൊരു പാഠമായിരിക്കട്ടെ. അപ്പൊ നമ്മളും ആ ക്വാളിഫിക്കേഷൻ എത്താനൊക്കെ ശ്രമിക്കുക. നമ്മൾ നമ്മുടെ ഗുരുവിന്റെ ആജ്ഞ അനുസരിക്കുക, ഗുരുവിന്റെ സേവനം ചെയ്യുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ക്വാളിഫിക്കേഷനിലോട്ട് പതിയെ നമ്മൾ അതിനെപ്പറ്റി പതിയെ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് അദ്ദേഹം പോകുന്നത്. ഇപ്പോഴും ആ ദിവസം ഒരു ഏകാദശി എന്നാണ് പറയുന്നത്, ആഷാഢ ഏകാദശിയാണെന്ന് എനിക്ക് അറിയത്തില്ല. ആ ദിവസം 12 മണിക്ക് ആ മരം ആടുമെന്നാണ് പറയുന്നത്. തുക്കാറാം മഹാരാജ് ഇപ്പോഴും ആ മരം ഉണ്ടാവും. അപ്പോ ആ മരം അവിടെ ആടുമെന്നാണ് പറയുന്നത്. ആ മരമാണോ അതിന്റെ വേറെ മരത്തിൽ ഇരിക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ ആ മരത്തിലുള്ളവർക്ക് ഫോട്ടോകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ മരം ആടുമെന്ന് പറയുന്നത്. 1-2 ഡിവോട്ടീസ് പോയി, പക്ഷെ അവർ ആടുന്നത് കണ്ടില്ല. അപ്പൊ പറയുന്നത് അത് ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ആ മരം വേണ്ടി ആ ക്ലാസ്സിൽ ഭക്തൻ പറയുന്നത്, എനിക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല, ഞാൻ അത്രയ്ക്ക് പുണ്യവാനല്ല, അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഈ അഭംഗ ഭജൻ എഴുതാൻ നേരത്ത് ഇദ്ദേഹത്തിന്റെ സഹോദരൻ കാനോബ വന്നിട്ട് പറയും, അല്ലേ പ്രഭു, ഇത് സന്യാസി അവധൂതൻ ലെവലാണ്. അദ്ദേഹത്തിന് മക്കളുണ്ട്, 3 പെൺകുട്ടികളും 1 മകനുമാണ്. ഇവരുടെ ഫാമിലി എന്ന് പറയുന്നത് പൈസ പലിശയ്ക്ക് കൊടുക്കുന്നവരാണ്. 1650 കാലഘട്ടങ്ങളിലാണ് ഞാൻ പറയുന്നത്. 1600 കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പൈസ കൊടുക്കുമ്പോ എന്താണ്, നമ്മൾ ഒപ്പിട്ട് വാങ്ങിക്കും, അല്ലെങ്കിൽ മുദ്രപത്രത്തിലൊക്കെ എഴുതി വാങ്ങിക്കും, പണ്ട് പോലെ ഉള്ളതാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ഈ പലിശയ്ക്ക് അവരെ ഈ പരമ്പരയായിട്ട് കൊടുത്ത് ഈ ആളുകൾ കാശ് കൊടുക്കാനുള്ള റെക്കോർഡ്സ് ഉണ്ടല്ലോ, അത് അഫിഡവിറ്റ് എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ ഒരു വീട് മുഴുവൻ, ഒരു റൂമോ ഒരു അലമാരിയോ ഉണ്ടെന്ന് ഓരോ റൂമും നിറഞ്ഞ് റൂഫ് വരെ തട്ടുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. ഇവർക്ക് താമസിക്കാൻ ചെറിയൊരു സ്ഥലം മാത്രമേ ഉള്ളൂ. ഭയങ്കര കാശുകാരാണ്. ആ പൈസയുടെ വാല്യൂ എന്ന് പറയുന്നത് 65 ലക്ഷം. 1600 കാലഘട്ടത്തിലുള്ള 65 ലക്ഷം എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കോടികളാണ്, ലക്ഷക്കണക്കിന് കോടിയുടെ ആസ്തി ആയിരുന്നു ആർക്കുണ്ടായിരുന്നത്? തുക്കാറാം മഹാരാജ്. തുക്കാറാം മഹാരാജിന്റെ ഫാമിലിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം പറയും, ഞാൻ വീട് വിട്ട് ഇറങ്ങി, ഞാൻ വീട്ടിൽ വരില്ല. ഞാൻ വീട്ടിലേക്ക് വരില്ല. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, വൈഷ്ണവരെപ്പോഴും നമ്മൾക്ക് വൈഷ്ണവ ജനത്തോ തേനെ കരിയെ വീട്ടുപരായി ജാനേരെ. അതിന്റെ അർത്ഥം എന്താണ്? ബാക്കിയുള്ളവരുടെ കഷ്ടം കണ്ടു കഴിഞ്ഞാൽ ഒരു വൈഷ്ണവരെ സഹിക്കാൻ പറ്റില്ല. വീട്ടുപരായി ജാനേരെ, അത് അവർക്ക് താങ്ങാൻ പറ്റില്ല. അതേ ഭാവമാണ് അദ്ദേഹത്തിന്. അദ്ദേഹം പറയും, ഇത്രയും ആളുകളുടെ കടം അവർക്കിത് അടയ്ക്കണമെന്നുള്ള വിഷമം എനിക്കത് സഹിക്കാൻ പറ്റും. ഞാൻ ആ വീട്ടിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം കിട്ടും, ഞാൻ വീട്ടിലേക്ക് വരില്ല എന്ന് പറയും. ഞാൻ പാട്ടുരംഗിനെ മജിസ്ട്രേറ്റിലേക്ക് ഫാമിലി ഉണ്ട്. അപ്പൊ ഇവര് ഭയങ്കര റിച്ചാണ്. അത് ആളുകൾ ഇങ്ങനെ മാസം പലിശ കൊണ്ട് കൊടുത്തോണ്ടിരിക്കും. 65 ലക്ഷത്തിന്റെ പലിശ എന്ന് പറയുമ്പോൾ ആ സമയത്ത് നിന്ന് ഇങ്ങനെ കാശ് കൊണ്ട് ആളുകൾ കൊടുത്തോണ്ടിരിക്കണം. പലരും ചിലപ്പോൾ കൊടുക്കാനുള്ളവരുണ്ടായിരിക്കും. ഇദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ സന്യാസം എടുത്ത് പോയി, ഒരു സഹോദരനുള്ള അദ്ദേഹമാണ് ഇത് നോക്കണം. പിന്നെ ഇദ്ദേഹത്തിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഫാമിലി മൂത്ത ആളല്ലേ, അപ്പൊ ഇദ്ദേഹത്തിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ അദ്ദേഹം പറയും, ഞാൻ ആ വീട്ടിൽ വരില്ല, എനിക്ക് ശ്വാസം മുട്ടും, എനിക്ക് ആ ആളുകളുടെ ദുഃഖം എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം കാനോബ പറയും, ഇപ്പൊ എന്ത് ചെയ്യണം? അത് വീട്ടിൽ നിന്ന് മാറിയാൽ ഞാൻ വരാം. അപ്പം ഈ കാനോബ വീട്ടിൽ പോയിട്ട് ഈ പത്രങ്ങൾ, ഈ അഫിഡവിറ്റ്സ് എല്ലാം എടുത്തിട്ട് വരും. അഫിഡവിറ്റ്സ് എടുത്തിട്ട് വരാൻ നേരത്ത് അത് വന്നിട്ട് 25 കാളവണ്ടി തന്നു.
1, 2 അല്ല പറഞ്ഞു 25 ആളുകൾ. ഇതെല്ലാം കൊണ്ടുവരാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞു ഇനി ഇത് എന്ത് ചെയ്യണം. അപ്പൊ ഇന്ദിരാണി എന്ന് പറയുന്ന നദിയുണ്ട്, കാളിന്തി നദി. ആ നദി ഒഴുകി പോകാം. നമ്മള് മാസം വരുമാനം ഡൊണേഷൻ അല്ല എല്ലാവരും ചെയ്യും. നമുക്കറിയാം, നമ്മളൊരു മാസം ഇറക്കാൻ കൊടുക്കും. ചിലപ്പോൾ 100,000, 200,000, 1000, 500,000, 3000, 4000 നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ കൊടുക്കും. അത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ എന്ത് പറയും, ഈ മാസത്തെ പോകണം. സ്വന്തം കയ്യിൽ അഡീഷണൽ ഒരു കാശ് നമുക്കൊരു ഫെസ്റ്റിവൽ വരുന്നത് അല്ലെങ്കിൽ ഇടാൻ നേരത്ത് നമ്മൾ കുറച്ച് ടൈറ്റ് ആവും. കാരണം നമുക്ക് ഫാമിലിയും ബാക്കിയുള്ള കാര്യങ്ങളോ. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്, എല്ലാവരും ഞാൻ ഉൾപ്പെടെ പലരും ചിന്തിക്കുന്നുണ്ടാവും, ഈ മാസത്തെ ഫോട്ടോ കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഞാൻ കൊടുക്കും, ടെമ്പിളിൽ വരുമാനം വെച്ചതെങ്കിൽ. പക്ഷേ ശുദ്ധഭക്തന്മാര് ചിന്തിക്കുന്ന എങ്ങനെയാണ്, ആ കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് ബാക്കിയുള്ളവരുടെ കഷ്ടം ബാക്കിയുള്ളവർ അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്ത് അതിനെ ഒഴുകി കളഞ്ഞു. അതാണ് ദുഃഖം. ഈ ഒരൊറ്റ ഇൻസിഡന്റ് മതി ബാക്കിയുള്ളവരുടെ ദുഃഖം അദ്ദേഹത്തിന് മാറ്റാൻ വേണ്ടിയിട്ട്. എനിക്കത് കാണാൻ വയ്യാന്ന് മനസ്സിലാക്കാൻ ചെയ്തൊരു കാര്യങ്ങൾ ഒന്ന്. അങ്ങനെ എന്തിനാണ് നദിയിൽ ഒഴുക്കുന്നത്, അങ്ങനെ പോയി കാശ് പത്രം പോയി പറഞ്ഞ ആരെങ്കിലും കാശ് തിരിച്ചു കൊടുക്കും, തെളിവില്ലെങ്കിൽ സ്വാഭാവികം അത് തന്നെയാണ് നടന്നത്. ഈ ലോകം നടക്കുന്ന കാര്യം തന്നെയാണ് നടന്നത്. അപ്പൊ എന്ത് പറ്റി, വീട്ടിൽ വരുന്ന ഇല്ലാതായി, കാശില്ലാതായി. ഒരു മകൻ സഹോദരൻ എന്തെങ്കിലും ജോലി ചെയ്യും, കുഴപ്പമില്ല. ഇദ്ദേഹം എന്താണ് എന്ത് ജോലിയാണ് ചെയ്യുന്നത്, വിഠല 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 പാണ്ഡുരൻ. അദ്ദേഹത്തിന് കൃഷ്ണൻ, ദേവി, വിഠോബ മതി. അദ്ദേഹത്തിന്റെ ലൈഫിൽ അവധൂതരാണ്. അപ്പൊ വൈഫ് പറയുന്നു എല്ലാം പോയി, എല്ലാം ഒഴുകി കളഞ്ഞു, അലിച്ചു കളഞ്ഞു. ഒരു കാര്യം ചെയ്യും, കുറച്ച് കൃഷി ഉണ്ടാവും സകല, ഒരു 4 ചാക്കിൽ മുളക് നിറച്ചു കൊടുത്ത് പറയും ഒന്ന് കൊണ്ടുപോയി ഇത് വിറ്റിട്ട് വരും. തുക്കാറാം മഹാരാജും ബിസിനസ്സും കച്ചവടം രണ്ടും ഓപ്പോസിറ്റ് ആണ്, ഒരിക്കലും നടക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒരു കുടുംബസ്ഥനായതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് മതി കേൾക്കാമോ, ആരോടൊന്ന് സൗണ്ട് പറഞ്ഞ് കേൾക്കാം. ഓക്കെ ശരി. അപ്പോ ഇത് വിൽക്കാനായിട്ട് പോകും. എവിടെയാണ് പോകുന്നത്, കൊങ്കൺ എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്നത്. നമ്മൾ കൊങ്കൺ റേറ്റ് കേട്ടിട്ടുണ്ടല്ലോ, അത് മഹാരാഷ്ട്രയിലാണ്. കൊങ്കൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് വിൽക്കാനായിട്ട് പോകും. വിൽക്കാൻ ചെന്നപ്പോ തുക്കാറാം മഹാരാജ് വിൽക്കാതിരിക്കുന്നത് എങ്ങനെയാണ്, വിഠല 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 പാണ്ഡുരംഗ. ഇത് മാത്രമല്ല, പാണ്ഡുരംഗ വിഠല, പണ്ഡിതനാഥ വിഠല, രംഗനാഥ വിഠല, ശ്രീനിവാസ വിഠല. അപ്പൊ ഇത് പാടിയിരിക്കുന്നു, ആളുകൾ വരുന്നു. തുക്കാറാം മഹാരാജിനെ പറ്റി ഓൾറെഡി കേട്ടിട്ടുണ്ട്. മുളക് എങ്ങനെയാണ് വിലയത്, അപ്പൊ അത് പറയും നിങ്ങൾക്ക് എന്ത് തോന്നുന്നോ അത് തന്നാൽ മതി. മുളകിന് വിലയുണ്ട്, വിലയില്ലാത്ത മുളകുണ്ട്. അപ്പൊ ആളുകൾ പറയും ആണോ ശരി മുളക് എടുക്കുന്നത്, അവര് തന്നെ എടുക്കുന്നത്. നിങ്ങൾ പറയും എന്റെ കയ്യിൽ ഇപ്പൊ താമസില്ല, പിന്നെ തന്നെ അതിനായിക്കോട്ടെ. അതേ വീണ്ടും പചനം. ഇങ്ങനെ ഓരോരുത്തർ വന്ന് എടുത്തെടുത്ത് ആരും കാശ് കൊടുക്കില്ല. ആ മുളക് തീരാറായി അവസാനം ഒരു ചാക്ക് മുളകേ ഉള്ളൂ. ഒരു മനുഷ്യൻ പൈസ കൊടുക്കില്ല. അദ്ദേഹത്തിന് അറിയിട്ടുമല്ല. അദ്ദേഹം ശ്രദ്ധ മുഴുവൻ എവിടെയാണ്, പാണ്ഡുരംഗനെ പറ്റിക്കുക, ഭഗവാനെ പറ്റിക്കുക. അങ്ങനെ ഇരിക്കുമ്പോ അവസാനം അവിടുത്തെ ഡാപ്പ് എന്ന് പറയുന്നത് ഈ പിടിച്ചു തെറിയും അല്ലെങ്കിൽ ആളുകളെ വെച്ച് കാട്ടിക്കുക ഗുണ്ടാസ. അദ്ദേഹം പറയാം എനിക്ക് മുളക് വേണം, ഈ ചാക്ക് ഫുൾ ഉള്ള മുളക് വേണം. അപ്പൊ ഇദ്ദേഹം പറയും ഒരു ചാക്ക് ഫുൾ ഉള്ള വേണം, അത്രയും ആവശ്യമുള്ളൂ. ഇല്ല എനിക്ക് മുഴുവൻ വേണം, വളരെ നല്ല തടിയും. ഇദ്ദേഹം പറയാം ശരി ആയിക്കോട്ടെ, മുളക് എടുത്തോ ചാക്ക് തിരിച്ചു തരണമെന്ന് പറയാം. ശരിയെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പോയി. ഇത് കാണുമ്പോൾ ഭഗവാന് വിഷം, പാണ്ഡുരംഗന് വിഷം. കാരണം ഓരോ ആളുകൾ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ഇതെടുത്ത് കൊടുത്തു. ശരി അത് കൊടുത്ത് പോട്ടെ, എന്നാ ഈ മുളകെങ്കിലും വീട്ടിൽ കാശ് കൊടുക്കണ്ടേ. 3 കുട്ടികളുണ്ട്, അവർക്ക് എന്തെങ്കിലും. സാക്ഷാൽ ഭഗവാൻ തന്നെ വരും. ഭഗവാൻ വരുന്നത് എങ്ങനെയാണെന്ന്, കളക്ഷൻ ഏജന്റ് ആയിട്ടാണ് വരുന്നത്. ഈ ഭക്തനെ തുക്കാറാമനെ സപ്പോർട്ട് ചെയ്യുന്നത് കളക്ഷൻ ഏജന്റ് ആയിട്ട്. കളക്ഷൻ ഏജന്റ് അറിയാലോ, ഇതിന് കുറച്ച് നാൾ മുന്നേ നമ്മളെ കളക്ഷൻ ഏജന്റ് എങ്ങനെയാണ് കാണുന്നത്, പ്രൈവറ്റ് ഫിനാൻസ് സ്ഥലങ്ങളിലൊക്കെ തടിയുള്ള. പക്ഷെ ഭഗവാൻ സാധാരണ ഒരാളായിട്ട് കളക്ഷൻ ഏജന്റ് ആയിട്ട് ആർക്ക് വേണ്ടി വന്ന് തുക്കാറാം മഹാരാജ് ഓരോ വീടുകളിലും പോയിട്ട് പറയും തുക്കാറാം മഹാരാജിനെ നിങ്ങള് മുളക് മേടിച്ചില്ലേ, അതിന്റെ കാശ് തരാൻ പറയാം.
അപ്പൊ പറയും അയ്യോ അതിന് നമ്മൾ മേടിച്ചില്ല. ഇല്ല എനിക്കറിയാം, ഞാൻ അവിടെ കണ്ടതാണ്, നിങ്ങൾ വാങ്ങിച്ചതാണ്. വാങ്ങിച്ചെങ്കിൽ എത്ര കിലോ മേടിച്ചു, എത്ര അളവ് പറ, ഭഗവാനെ പറ്റിക്കാൻ പറ്റും. ചോരന്മാരില് നമ്പർ 1 ഭഗവാൻ, കള്ളന്മാരിൽ നമ്പർ 1 ഭഗവാൻ, ചീറ്റ് ചെയ്യുന്നതില് നമ്പർ 1 ഭഗവാൻ, എല്ലാത്തിനും ഭഗവാൻ നമ്പർ 1. ഭഗവാൻ പറയും നിങ്ങൾ മേടിച്ച്, നിങ്ങളുടെ പേരെന്തായിരുന്നു? സൗദാബായ്. സൗദാബായ് 1.5 കിലോ. അപ്പൊ അവർ നോക്കുന്നത് അളവ് കറക്റ്റാണ്, പൈസ കൊടുക്കും. അങ്ങനെ ഓരോ വീട്ടിലും പോയ, ഗ്രാമത്തിൽ ഓരോ കൊങ്കൺ എന്ന് പറയുന്ന ഗ്രാമത്തിൽ, കൊങ്കൺ ഗ്രാമം ശ്രദ്ധിച്ചോളൂ, ഓരോ വീട്ടിലും പോയിട്ട് ഭഗവാൻ അവരെ കാശ് കളക്ട് ചെയ്യും. അവസാനം പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ഉന്നയുടെ വീട്ടിലാണ്. ഉന്നയുടെ വീട്ടിൽ ചെന്ന് പറയാം എങ്ങനെയാണ് നിങ്ങൾ ഒരു ചാക്ക് മുളക് മേടിച്ചിട്ടുണ്ട് കുക്കറ പറഞ്ഞിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് എനിക്ക് കാശ് തരണം, എനിക്ക് സമയമില്ല, എത്രയും പെട്ടെന്ന് തരണം എന്ന് പറയും. അപ്പം അദ്ദേഹം പറയും ഇല്ലല്ലോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, എനിക്ക് ഫസ്റ്റ് ഞാൻ കാശ് ആളുകൾ കൊടുക്കാറില്ല, എനിക്ക് ഇങ്ങോട്ട് വാങ്ങിച്ച ശീലവും നമ്മൾ കൊടുത്ത ശീലമില്ല. അപ്പൊ ഭഗവാൻ പറയും ഇല്ലല്ലോ തുക്കാറ മഹാരാജ് മേടിച്ചിട്ടുണ്ട്, എന്റെ ശീലം വേറെയാണ്. അപ്പൊ നമ്മുടെ വിഷയം അതല്ല. എന്തായാലും ഞാൻ വന്ന കാര്യം എനിക്ക് എത്ര പെട്ടെന്ന് ചാക്ക് പോലും കൊടുത്തിട്ടില്ല, ചാക്ക് കൊടുക്കുമ്പോൾ ചാക്ക് കൊടുക്കില്ല, എത്ര പെട്ടെന്ന് ഇല്ലല്ല ഞാൻ കാശ് തരില്ല. അപ്പൊ അവിടെ മുണ്ടയുടെ അനുയായികളൊക്കെ പോയി. അപ്പോ ഭഗവാൻ ദേഷ്യം വന്നിട്ട് പറയാം എനിക്ക് ഇപ്പൊ കാശ് കിട്ടുന്നു, കാശ് കിട്ടില്ല, ഞാൻ ഈ ഉത്തരത്തിൽ ഇപ്പൊ തൂങ്ങുന്നു പറഞ്ഞ് കയറെടുത്ത് ഉത്തരത്തിൽ കെട്ടി അവിടെ ഇരുന്ന് സ്റ്റൂൾ എടുത്തിട്ട് അതിൽ കയറി കഴുത്തിൽ മുറുക്കി. ആളുകളെ ഗുണ്ടയുടെ ആളുകൾ പറയും കണക്കേടാണ്, ഒരു ചാക്ക് പുളകിന് വേണ്ടി ഒരാൾ, നിങ്ങൾ ഇത്രയും വലിയ ഗുണ്ടയല്ലേ, നിങ്ങൾ ആളുകളെ ഓട്ടിച്ചിട്ട് തല്ലുന്നതല്ലേ, ഒരു ചെറിയൊരു ചാക്ക് മുളകിനെ വേണ്ടിയിട്ട് ഇത് ചെയ്യേണ്ട ആവശ്യമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വന്ന് പിടിച്ചു മാറ്റി റെഡിയാക്കി. അപ്പൊ അദ്ദേഹം പറയാം ശരി ഞാൻ കാശ് തരണം, കാശ്. ഈ കാശ് കൊണ്ട് തുക്കാറാം മഹാരാജന്റെ ആര് ഭഗവാൻ ചെല്ലുകയാണ്. ഒരു കളക്ഷൻ എഴുതിയിട്ടുണ്ട്, ഞാൻ ഈ ഗ്രാമത്തിലുള്ള ആളുകൾ കാശ് തന്നതാണ്, ഭഗവാന് തരാൻ വേണ്ടി അങ്ങേക്ക് തരാൻ വേണ്ടി തന്നതാണെന്ന് പറയും. ഞാൻ ആക്ച്വലി മുളക് കൊടുത്തത് അങ്ങനെ കാശ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു. അവര് ഭഗവാൻ ദേഷ്യപ്പെടും, നിങ്ങളെന്താ ആളെ പിടിയേക്കുന്ന, നമ്മുടെ ഗ്രാമവാസികൾ നിന്ന് ഭിക്ഷക്കാരാണോ, എനിക്ക് നിങ്ങൾക്ക് കാശ് തരാതിരിക്കേണ്ട ആവശ്യമുണ്ടോ, കാശ് തരണം, താ പിടിക്കണം, കാശ് കഴിക്കും. എനിക്ക് സഹായിച്ചില്ലേ, ഒരു കാര്യം കുറച്ച് അരി വാങ്ങിച്ചത് നമുക്ക് കഞ്ഞി വെച്ച് കഴിക്കാന്ന് പറയും. അങ്ങനെ സാക്ഷാൽ ഭഗവാൻ ആ കാശും കൊണ്ട് കടയിൽ പോയി അരി മേടിച്ച് തുക്കാറാം മഹാരാജ് അത് ഉണ്ടാക്കി, ആ ചോറുണ്ടാക്കി അവിടെ ഇരുന്നതല്ല ഭഗവാന് നിവേദിച്ച് ഇവർ രണ്ടുപേരും കഴിക്കും. ഇങ്ങനെ ഒരു സ്റ്റോറി സമയം 8:39 ഇനി പറയാൻ സമയം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡിസ്കസ് ചെയ്യാം. 45 വരെയാണോ എങ്ങനെയാണ്? അങ്ങനെ ഈ ഒരു സ്റ്റോറി അവിടെ ഭയങ്കര ഫേമസ് ആണ്. പിന്നെ ഉള്ളത് ഭഗവാൻ സാരി ദാനം ചെയ്യുന്ന ഒരു കഥയാണ്. തുക്കാറാം മഹാരാജ് ഭയങ്കര ദരിദ്രനാണ്. അദ്ദേഹത്തിന് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ കാശ് കിട്ടുമല്ലോ, ഈ കാശ് കിട്ടിയിട്ട് ഇവർ രണ്ടുപേരും കഞ്ഞി വെച്ച് കഴിച്ചിട്ട് ആരെയൊക്കെ പറഞ്ഞിട്ട് ഭഗവാനും സന്തോഷമായിട്ട് അദ്ദേഹം പിരിയും. അദ്ദേഹത്തിന് ഫ്രണ്ടിലുള്ളത് ഭഗവാനാണ്, സാക്ഷാൽ ഭഗവാനാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ പ്രസൻസ് എപ്പോഴും ഉള്ളിൽ പരമാത്മാവായിട്ട് ഭഗവാൻ ഉള്ളത് കൊണ്ട് ഭഗവാൻ പുറത്തു നിന്നാലും അകത്ത് നിന്നാലും തുക്കാറാം മഹാരാജിന് സെയിം ആണ്. അതിന് അദ്ദേഹത്തിന് ഒരു ഡിഫറൻസ് ഇല്ല. നമുക്ക് ഡിഫറൻസ് ഉണ്ടാവും, പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ല. പോകുന്ന വഴിക്ക് ഇതേപോലെ വേറൊരു പലിശക്കാരന്റെ കയ്യിൽ നിന്ന് ഒരാളെ കടം വാങ്ങിച്ച് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് പണ്ടത്തെ കാലത്ത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ പേര് നങ്കർ എന്നാണ് പേര്, നങ്കർ എന്നുള്ള പേര്, കഴുത്തിൽ ഒരു കെട്ടിയിട്ട് ഞാൻ കടക്കാറുണ്ട്, എനിക്ക് ഇത്ര രൂപ കിട്ടാറുണ്ട്, ഇത് കിട്ടിയാലേ കൊടുക്കും, എല്ലാവരും വീട്ടിൽ ഭിക്ഷ എടുക്കും, നല്ല അടി കിട്ടും, അടി കിട്ടും, ഭിക്ഷ എടുക്കും. അങ്ങനെ പലിശക്കാരന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ എടുക്കും. അപ്പൊ ഇദ്ദേഹത്തിന് വിഷമം തോന്നി. ഇദ്ദേഹം വിഷമം തോന്നിയിട്ട് പറയും എന്താണ് പ്രശ്നം, കടം മേടിച്ച് കൊടുക്കാൻ നിവർത്തിയില്ല, പലിശക്കാരൻ എല്ലാ വീട്ടിലും ഭിക്ഷ എടുക്കാൻ. അപ്പൊ ഒരാളിന്റെ സെൽഫ് എസ്റ്റീം എന്നൊക്കെ പറയുന്നത് ഒരു എന്താ പറയുക, നമ്മള് അഭിമാനം, അഭിമാനം, ആ അഭിമാനം തലമുറയ്ക്കുന്നത് നമ്മൾ എത്ര രൂപ കൊടുക്കാറുണ്ട്? അത് 200 രൂപ. 200 രൂപ ഭയങ്കര കാശാണ്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ നോക്കാൻ തന്നെ ആ 200 രൂപ കണക്കാണ്. ഇത് വെച്ചോ, കടം മാറ്റിക്കോ, കടം മാറ്റിയിട്ട് വീട്ടിലോട്ട് പോയി സ്വസ്ഥമായിട്ട് അഭിമാനമായിട്ട് നമുക്ക് ഭഗവാനെ പറ്റും. ഇദ്ദേഹം ഹാപ്പിയാണ്. ഭഗവാന്റെ സന്തോഷം എങ്ങനെയാണ്? ഭക്തന്മാർക്ക് എന്ത് കൊടുക്കുക, എന്ത് കൊടുക്കട്ടെ എന്നുള്ളതാണ്, എങ്ങനെ കൊടുക്കട്ടെ എന്നുള്ളതാണ് ഭഗവാന്റെ സന്തോഷം. ഇദ്ദേഹത്തിന്റെ സന്തോഷം എങ്ങനെയാണ്?
ഓരോ ജീവിതം കഷ്ടപ്പെടുന്ന അവർക്ക് എന്ത് കൊടുക്കട്ടെ, അവരെ സഹായിക്കപ്പെടുന്നു. ഇവർ തമ്മിൽ കോമ്പറ്റീഷൻ. മകൻ ഇദ്ദേഹത്തിന് കൊടുക്കുന്നു, ഇദ്ദേഹം വേറെ ആർക്ക്. ഈ സർക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടേ നമ്മളാണെങ്കിലും എല്ലാവരും ഇല്ല, കൊടുക്കുന്ന ഡിവോട്ടീസ് ഉണ്ട്. നമ്മളും അതുപോലെ സഹായിക്കാൻ നോക്കാം പറ്റുന്ന രീതി. ഗുരുമഹാരാജ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു ചെറിയ പ്രശ്നത്തിന്റെ ഒരാൾക്ക് നമ്മൾ കടം കൊടുക്കും. ഒരുപാട് ആളുകൾ നമ്മൾ കടം ചോദിക്കും, നമ്മൾ കടം കൊടുക്കും. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കടം കൊടുക്കും, പക്ഷെ നമുക്ക് തിരിച്ചു കിട്ടില്ല. തിരിച്ചു ചോദിക്കുമ്പോ എന്താണ് നടക്കുന്നത്? ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ എന്തോ നമ്മളെന്തോ കുറ്റം ചെയ്ത പോലെയാണ് ആളുകൾ കടം തിരിച്ച് ചോദിക്കാൻ നേരത്ത് നമ്മൾ തരുമെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തെങ്കിലും ചോദിക്കുന്നതാണ്. ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെയല്ല. ഇതെല്ലായിടത്തും ഉള്ളതാണ്. അതിപ്പോ ഒരു അടിയത്തിലൊരു സ്റ്റാൻഡേർഡ് നിയമമാണ്. ഇപ്പൊ ഗുരുമഹാരാജ് എക്സാമ്പിൾ പറഞ്ഞു, ഇതുപോലെ കുറെ ഇഷ്യൂസ് ഉണ്ടായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരാൾ കടം ചോദിക്കുന്നു, 10,000 രൂപ ചോദിക്കുന്നു. അപ്പൊ നിനക്ക് കൊടുക്കാൻ പറ്റുന്നത് 1000 ആണെങ്കിൽ അത് കൊടുക്കും. അത് അങ്ങനെ പറയുന്നില്ല, ഇത്രയോ പറയാം. പക്ഷെ ഒരു കാര്യം അറിയാം, ആ 1000 രൂപ കയ്യിൽ നിന്ന് പോയി എന്ന് കരുതുക, പിന്നെ അതിനെപ്പറ്റി ടെൻഷൻ. പിന്നെ നമ്മൾ കളഞ്ഞ കാശെന്നുള്ള രീതിയിൽ മാത്രം കടം. നമ്മളും കുറച്ച് സന്തോഷം, നമുക്കൊരു സമാധാനം ഉണ്ടാവും, വേറെ പ്രശ്നങ്ങളൊക്കെ. എനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ മഹാരാജിന്റെ എക്സ്പീരിയൻസ് സീനിയർ ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ട് കേട്ടാണ്. അതിനുശേഷം അതാണ് ഞാൻ ഫോളോ ചെയ്തത്. ഒരാളോട് 50,000 ചോദിച്ചാൽ എനിക്ക് 500 അല്ലെ 50 രൂപ കൊടുക്കാനുള്ളത്, എനിക്ക് 50 രൂപ കൊടുക്കാനുള്ളത്. പ്രശ്നം വരും. കൊടുക്കാനില്ലെങ്കിൽ ഇല്ല, ക്ഷമിക്കണം, ഇല്ല, പ്രശ്നം വരും. അപ്പൊ ഇത് നമ്മൾ ഫോളോ ചെയ്തെങ്കിൽ നമുക്കൊരു മനസ്സിലാകാൻ ഒരു മനസ്സിലാക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ട് സാരി, ഇദ്ദേഹത്തിന്റെ വൈഫിനുള്ളത് ഒരേ ഒരു സാരിയാണ്. കാര്യം വരുമാനമില്ല. ഈ ലക്ഷക്കണക്കിന്റെ സ്വത്ത് എന്ത് ചെയ്തു? ഒഴുകി കളഞ്ഞു. മുളക് വയ്ക്കാൻ കൊണ്ടുപോകുന്നതിന്റെ അവസ്ഥയും ഇതാണ്. കാശ് കിട്ടി ഭഗവാൻ കൊണ്ട് കൊടുത്താൽ അദ്ദേഹം ദാനം ചെയ്യും. വീട്ടിൽ കഷ്ടപ്പാടാണ്. കഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഭഗവാനെ കിട്ടുകയുള്ളൂ എന്നുള്ളത് കുന്തി മഹാറാണിയും പറഞ്ഞിട്ടുണ്ട്. സൗന്ദര്യമുള്ളവർക്ക്, കാശുള്ളവർക്ക്, ഉന്നത കുലജാതർക്ക് ഇവർക്കൊന്നും ഈസി ആയിട്ട് ഭഗവാനെ കിട്ടില്ല. അപ്പൊ നമ്മളെല്ലാവരും ഭാഗ്യത്തില്ലവരാണ്, നമുക്ക് ഭഗവാനെ. അപ്പോ പക്ഷെ ഭഗവാനെ കിട്ടണമെങ്കിൽ നമ്മൾ അതിന് പരിശ്രമിക്കണം. ഓക്കെ, ഭക്തി ചെയ്യണം, ജപിക്കണം, ഭാഗവതം വായിക്കണം, നിത്യം ഭാഗവതം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം വീട്ടിൽ ഫ്രണ്ടിൽ ഇരുന്ന് ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ വൈഫ് അകത്ത് വാസുവിൽ വന്നിട്ട് കുളിച്ചോണ്ടിരിക്കുകയാണ്. ഒരു ഡ്രസ്സർ കൊണ്ട് എന്ത് ചെയ്യും? ഈ സാരി ഊരി എന്ത് ചെയ്യും? കഴുകി പുറത്ത് ഡോറിൽ വിരിക്കും. എന്നിട്ട് അകത്ത് തട്ടി കുളിച്ചോണ്ടിരിക്കണം. അപ്പൊ ഒരാൾ വന്നിട്ട് ഒരു വയസ്സായ സ്ത്രീ വന്നിട്ട് എനിക്ക് ഡ്രസ്സ് എത്രയെങ്കിലും ഡ്രസ്സൊന്നും ഇല്ല, എനിക്ക് ഒരു സാരി തരുമെന്ന് ചോദിക്കും. ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ സാരി ഉണ്ടോ ഇല്ലേ എന്ന് പറഞ്ഞുകൂടാതെ, വൈഫിന് ഒരു സാരി ഉള്ള കാര്യം ഇദ്ദേഹത്തിന് അറിയത്തില്ല. ഇദ്ദേഹത്തിന് അറിയേണ്ടത് എന്താണ്? വിട്ടല 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 പാണ്ഡുരംഗ, ഇതാണ് അദ്ദേഹത്തിന് അറിയുന്നത്. അങ്ങനെ ഇതൊക്കെ എന്ത് പറ്റും? ഇദ്ദേഹം നോക്കാൻ നേരത്തെ സാരി കിടക്കും, വിരിച്ചിട്ടിരിക്കുന്നു. സാരി എടുക്കുന്നു, പുറത്തു വരുന്ന ശിക്ഷക്കാരിക്ക് കൊടുക്കും. വയസ്സാണ് വയസ്സിന്റെ. എന്നിട്ട് എന്ത് ചെയ്ത്? ഇദ്ദേഹത്തിനൊന്നും ബോധമല്ല. ഇദ്ദേഹം ഭഗവാനെ ഭജിച്ചിട്ട് ഇറങ്ങി അങ്ങ് പോവുകയാണ്. ഇറങ്ങി എവിടെ പോയി? പണ്ടർപൂരി പോയി, നടന്നു പോയി. വൈഫ് റെഡിയാവുന്ന എന്തിനാണ്? ഒരു കല്യാണത്തിന് പോകണം. ഗ്രാമത്തിൽ ഒരു കല്യാണമാണ്. അപ്പൊ നല്ല ഭക്ഷണവും എല്ലാം കിട്ടും. കല്യാണത്തിൽ പോകണം. വിളിച്ചിട്ട് ചെല്ലുക എന്നുള്ളതൊക്കെ ഒരു എന്താ പറയാ, ഒരു മര്യാദ. കുളിച്ചെടുത്തില്ലെങ്കിൽ സാരി നോക്കുന്ന സാരി കാണാനില്ല, ഒരു സാരി. ഉറച്ചു വിളിക്കുന്നത് വീട്ടിൽ ആടില്ല, ഭജന കേൾക്കാൻ ആടില്ല. ഒരു ബുക്കിൽ പറയുന്നത് എങ്ങനെയാണോ ഒരു തേള് വന്ന് കൊത്തിയിട്ട് ഓടിക്കളയുന്നത്, അപ്പൊ കൊത്താന്നിട്ട് എന്ത് വേദനയായിരിക്കും, അതുപോലെ ഭാര്യ പറയുന്നു ആ തേള് വന്ന് കൊത്തിയിട്ട് പോയതുപോലെ എന്നെ ഉപദ്രവിച്ചിട്ട് പോയി, ഞാൻ ഒരു ഡ്രസ്സ് പോലെ ഇട്ടിട്ട് എങ്ങനെ പോകും? വിഷമിച്ചിരിക്കാൻ നേരത്ത് ഭഗവാൻ എങ്ങനെയാണ്? ഭക്ത പരാധീനം, ഭക്തവത്സരൻ, ഭഗവാനെ സഹിക്കൂ. ഈ കൃഷ്ണൻ, ഈ വിട്ടല കാരണമാണ് ഈ കംപ്ലീറ്റ് പ്രശ്നം ഉണ്ടായത്. എന്റെ ഭർത്താവിനും പെട്ട്, ഈ വിട്ടല ഭഗവാനും പെട്ട്. ഇങ്ങനെ രണ്ട് വട്ടുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും. ദേഷ്യം വന്നിരിക്കുന്നു. ഭഗവാൻ എന്ന് പറയും, എന്നെ പറഞ്ഞാൽ കുഴപ്പമില്ല, എന്റെ ഭക്തനെ പറഞ്ഞിട്ട് ഭഗവാന്റെ സ്വന്തം ഡ്രസ്സ്, ആ പീതാംബരം, നമ്മൾ കേട്ടില്ല ഭഗവാൻ മഞ്ഞ ഡ്രസ്സാണെന്നുള്ളത്, ആ തിളങ്ങുന്ന ഡ്രസ്സില്ലേ, അത് ഊരി അങ്ങനെ കൊണ്ടുവന്ന് സാരിയായിട്ട് കൊടുക്കും. ചെരി പൊത്തിക്കൊണ്ടുവന്ന് അദ്ദേഹം സാരിയായിട്ട് കൊടുക്കുന്നു. പറയുമ്പോ ഭാഗ്യം, അത്
കാരണം അതേ ഭഗവാന്റെ ശ്രദ്ധ എവിടെ? ഈ സാരി കൊടുത്തിട്ട് വീട്ടിലെ ഭജന കേൾക്കാൻ ഭഗവാൻ പോകണം, അദ്ദേഹത്തിന് ഇങ്ങോട്ട് പോവുകയാണ്. ഈ ബാധ വന്നിട്ട് നോക്കാൻ നേരത്ത് പഴയ കീറിയ സാരി പോയിട്ട് ഗോൾഡ് കളറുള്ള തിളങ്ങുന്ന സാരി, പെട്ടെന്ന് ആ സാരിയെ കൊടുത്ത് കല്യാണത്തിന് പോകുമ്പോൾ ആളുകൾ എന്താണ് ഈ മനസ്സിൽ ഭയങ്കര ദരിദ്രനാണ്, പാവപ്പെട്ട കോടീശ്വരരാണ്. ആ സാരി കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാരി ആർക്കും ഇല്ല. തുക്കാറാം മഹാരാജന്റെ ഭാര്യ തിളങ്ങി കൊണ്ട് നടക്കുകയാണ്. ഇതാണ് ഭഗവാൻ സാരി ദാനം ചെയ്യുന്നത്. ഇനിയും ഒരു 3-4 ഇതുപോലെ അദ്ദേഹത്തിന്റെ ലീലകളുണ്ട്. സമയമില്ല, നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം പിന്നത്തേക്ക്. അപ്പൊ എല്ലാവരും ചാൻസ് കിട്ടുമ്പോൾ പണ്ഡർപൂർ പോവുക, ഭഗവാൻ ദർശനം എടുക്കാൻ നോക്കുക. നമുക്കിനി അടുത്ത് കണ്ടിന്യൂ ചെയ്യാം. ഇനി വരുന്ന പാരഗ്രാഫുകളിൽ വളരെ നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം തിരിച്ച് ചൈതന്യമാധവ് പുരിയിൽ വന്നതും അതിനുശേഷമുള്ള കുറെ ലീലകളുണ്ട്. ചോട്ടാ ഹരിദാസിന്റെ ലീലകൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഭഗവാൻ ഭക്തപരാധീനനാണ്. ചൈതന്യമാധവ് ഭയങ്കര കാര്യം കാണിക്കുമെങ്കിലും കാര്യങ്ങൾ കാണിക്കാൻ ഭക്തമാർക്ക് ശിക്ഷ കൊടുക്കുന്നുള്ള ഇതിന്റെ എക്സാമ്പിൾ അടുത്ത പാരഗ്രാഫ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ അറിവില് പറയാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ ആൻസർ പറയാം, ഇല്ലാന്നുണ്ടെങ്കിൽ സീനിയർ ഡോക്ടർമാർ അതിന് ആൻസർ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുജി, പ്രഭു രാമാനന്ദരായർ പുത്രൻ ഭവാനന്ദരായരുടെ പുത്രനാണ് രാമാനന്ദരായർ. രാമാനന്ദരായർ അർജുനൻ എന്ന് പറയുന്നുണ്ട്. ലളിത വിശാഖ എന്ന ഗോപികമാരുടെ അവതാരമാണെന്നും അഭിപ്രായമുണ്ട്. അദ്ദേഹത്തെ പറ്റി മഹാപ്രഭു പറഞ്ഞിട്ടുള്ളത് എന്നേക്കാൾ ശ്രേഷ്ഠനാണ് രാമാനന്ദരായർ എന്നാണ്. അതായത് രാമാനന്ദരായറാണ് ജഗന്നാഥ വല്ലഭ നാടകത്തിന്റെ രചയിതാവ്. അപ്പൊ ഈ നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടി സ്ത്രീകളെ ഒരുക്കുമ്പോൾ അത് രാമാനന്ദരായറാണ് ഒരുക്കുന്നത്. സ്ത്രീയെ തൊടുമ്പോൾ മനസ്സുലയാറില്ല. ഇങ്ങനെ കുറെ കാര്യങ്ങൾ രാമാനന്ദരായരെ പറ്റി പറയാനുണ്ട് പ്രഭു. ഇത്രയും പറഞ്ഞു. ഹരേ ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സമയം കൂടുതൽ എടുത്ത് ശ്രമിക്കണം. ഹരേ കൃഷ്ണ. ക്ലാസ് എല്ലാ ദിവസവും ഉണ്ടോ? രാവിലെ 8 മണി തൊട്ട് എല്ലാ ദിവസവും ഉണ്ടാവുമോ? ഉണ്ട് മാജി. എല്ലാ ദിവസവും 8 മണിക്ക് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഭഗവാന്റെ കാര്യം ഇതുവരെ മുടങ്ങിയിട്ടില്ല. എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മളും ശ്രമിക്കുന്നുണ്ട്. മുടങ്ങാതെ മഹാരാജന്റെ സേവ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. സെയിം ലിങ്ക് ആണ്. ഒരു ദിവസം ലിങ്ക് കിട്ടിയില്ലെങ്കിലും സെയിം ലിങ്കിൽ കയറാൻ ദയവായി എല്ലാ ഭക്തജനങ്ങളും ശ്രമിക്കുക. ആർക്കെങ്കിലും റെഗുലറായിട്ട് മെസ്സേജ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഫോൺ നമ്പർ നമുക്ക് തരണം. താങ്ക് യു. ഹരേ കൃഷ്ണ. ഇപ്പോൾ ഭഗവാന്റെ ദർശനം നടക്കുകയാണ്. ശ്രീ ജഗന്നാഥ് മന്ദിർ ശ്രീ രാധാ നീലമ സത്സംഗത്തിലെ ഭഗവാന്റെ ദർശനമാണ് ഇപ്പൊ നമുക്ക് സൂമിലൂടെ കാണാൻ കഴിയുന്നത്. ഹരേ കൃഷ്ണ. റെക്കോർഡിംഗ് ഒന്നുമില്ലല്ലോ? റെക്കോർഡിംഗ് ഉണ്ട്. അഭയചരണം TV എന്നുള്ള യൂട്യൂബ് ചാനലിലെ എല്ലാ ദിവസത്തെ ക്ലാസ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. അഭയചരണം TV എന്നാണ് പേര്. അഭയചരണം. भगवान जी